Last day we have ended our portion with the methods of purchasing, that is centralized purchasing and also the decentralized purchasing. So today we want to move into the inventory control. ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിലെ ഒരു മേജർ കമ്പോണൻ്റ് ആണ് ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി മീൻസ് ദ ഐറ്റംസ് വിച്ച് ആർ യൂസ് ഫോർ ദീസ് മാനുഫാക്ചർ ആവാം, ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് ആവാം, അതല്ലെങ്കിൽ വർക്ക് ഇൻ പ്രോസസ്സുള്ള മെറ്റീരിയൽസ് ആവാം, ഓർ ദ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം. ഇതിനെല്ലാത്തിനും നമുക്ക് ഇൻവെൻട്രി എന്ന് പറയാം. നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രൊഡക്റ്റിനെ, അപ്പം കസ്റ്റമറിൻ്റെ നീഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് എപ്പോഴും ഇൻവെൻട്രി ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കൺട്രോൾ ഇസ് വെരി എസെൻഷ്യൽ. ആൻഡ് ഓൾസോ ഫോർ ഇപ്പോൾ നമുക്കൊരു ബാച്ച് ഓഫ് പ്രൊഡക്ട്സ് മാനുഫാക്ചർ ചെയ്യണം, അങ്ങനെയുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ ഇസ് വെരി എസെൻഷ്യൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ടേംസ് ആണ് ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ബഫർ ഓർ സേഫ്റ്റി ഇൻവെൻട്രി. എന്താണ് ബഫർ അല്ലെങ്കിൽ സേഫ്റ്റി ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ബഫർ അഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റി. എന്തെങ്കിലും പെട്ടെന്നൊരു ഡിമാൻഡ് വന്നാൽ നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകും, എന്നാൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ ബഫർ ആയിട്ട് നമ്മൾ അൺസർട്ടനിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻവെൻട്രി സോഴ്സ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ ബഫർ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓൾവേസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടി ഒരു സേഫ്റ്റി സ്റ്റോക്ക് നമ്മൾ മാക്സിമം മാറ്റി വയ്ക്കണം. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓർഡർ വരുമ്പോൾ അത് മിസ്സായിപ്പോവും, നമ്മളുടെ ആ ഓപ്പർച്യൂണിറ്റി നഷ്ടമായിപ്പോവും. നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് നമുക്ക് ആവശ്യത്തിനുണ്ടാവത്തില്ല. അപ്പം അങ്ങനെയുള്ള അൺസർട്ടനിറ്റിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളെ ആയിരിക്കും നമ്മൾ സേഫ്റ്റി അല്ലെങ്കിൽ ബഫർ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ് മൈറ്റ് ഗെറ്റ് ഡിലേഡ് ബിക്കോസ് ഓഫ് ദ വെതർ പ്രോബ്ലംസ് ഓർ എ ട്രാഫിക് ആക്സിഡൻറ്റ്സ്. അപ്പോൾ അങ്ങനെയെല്ലാം കൊണ്ട് ഗുഡ്സ് എത്താതെ വരികയാണ് നമ്മളുടെ ഫേമിലേക്ക് എന്ന് വിചാരിക്കും. നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റാണ്, അവിടോട്ട് സ്റ്റോക്ക് എത്തുന്നില്ല ഡ്യൂ ടു സം ട്രാഫിക് ഇഷ്യൂസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പഴയ ബഫർ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ബഫർ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ പർപ്പസ് ഓഫ് സേഫ്റ്റി ഓർ ബഫർ ഇൻവെൻട്രി. അനദർ ടേം ഇൻ ദി ഇൻവെൻട്രി കൺട്രോൾ ഇസ് റോ മെറ്റീരിയൽസ് ഇൻവെൻട്രി. ദാറ്റ് ഈസ് നമ്മളൊരു മാനുഫാക്ചറാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ സേഫ്റ്റി സ്റ്റോക്ക് ഇല്ലാതെ വരുന്നു, നമ്മൾ ഇത് മിനിമൈസ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എപ്പോഴും റോ മെറ്റീരിയലിൻ്റെ ഇൻവെൻട്രി ഉണ്ടായിരിക്കണം. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മിനറൽസോ മെറ്റൽസോ വുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ് അസംബ്ലീസ് പലത് ചേർത്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ, ആ കാര്യങ്ങളോ, ഇതിനെയൊക്കെ നമ്മൾ റോ മെറ്റീരിയൽസ് എന്ന് പറയും. അപ്പം ഈ റോ മെറ്റീരിയൽസിൻ്റെ ഇൻവെൻട്രി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് കറക്റ്റ് ടൈമിൽ ഡെലിവറി എത്തിക്കാൻ പറ്റൂ. ഒരു ഡിലേയും ഇല്ലാതെ പ്രൊഡക്റ്റ് എത്തിക്കണമെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസിൻ്റെ ഇൻവെൻട്രിയും ആവശ്യമാണ്. അനദർ വൺ ഇസ് ആൻറ്റിസിപ്പേഷൻ ഇൻവെൻട്രി. That is, when a business anticipates an event that will require more inventory than usual, it requires anticipatory inventory. ഇപ്പോൾ നമുക്ക് ഒരു മഴക്കാലത്തേക്ക് വേണ്ടി കോട്ടും അതേപോലെ റെയിൻ കോട്ട്സും അംബ്രല്ലാസിൻ്റെ ആവശ്യമുണ്ട് എന്ന് വെച്ച് നമ്മൾ മഴക്കാലത്തേക്ക് മാത്രമായിട്ട് അപ്പോഴായിരിക്കില്ല ഉണ്ടാകും, നമ്മൾ നേരത്തെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, ആ ടൈം ആകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള കമ്പി അതുപോലെ ക്ലോത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ കുറച്ച് സ്റ്റോക്ക് റോ മെറ്റീരിയൽ സ്റ്റോക്ക് കുറച്ചുകൂടെ കൂടുതൽ വെക്കുന്നു. അതിനെയാണ് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ഇൻവെൻട്രി എന്ന് പറയും. വെച്ചാൽ നമ്മുടെ ഒരു ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഉണ്ടാവുന്നുണ്ട് മഴക്കാലത്ത്, അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് പോകുകയാണ്, ആ ബിസിനസ്സിൽ നിന്ന് നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ പോവുക, അപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരുമെന്നറിഞ്ഞ് നമ്മൾ കുറച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ആൻറ്റിസിപ്പേഷൻ ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അനദർ വൺ ഇസ് സൈക്കിൾ ഇൻവെൻട്രി. സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നോർമൽ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്റ്റോക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇത്ര വെച്ച് പ്രൊഡക്ട്സ് ഒരു സപ്ലയറിന് കൊടുക്കണമെന്ന് വെച്ചോ, അപ്പോൾ അവർക്ക് ആ ടൈമിൽ തന്നെ അടുത്ത ഓർഡറിങ് ടൈമിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കണം. എന്നാൽ ആ സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവണം, ടേൺ ഓവർ ചെയ്ത് വരാനുള്ള റോ മെറ്റീരിയൽസ് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ സൈക്കിൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ സൈക്കിൾ ഇൻവെൻട്രി ഒരിക്കലും സേഫ്റ്റി ഇൻവെൻട്രീനെ അഫക്റ്റ് ചെയ്യുന്നില്ല അൺലെസ് ദർ ഇസ് എനി അബ്നോർമൽ ഡിമാൻഡ്. എന്തെങ്കിലും പുതിയതായി എക്സ്ട്രാ ഡിമാൻഡ് വരുമ്പോൾ സൈക്കിൾ ഇൻവെൻട്രി ചിലപ്പം ഇല്ലാതായി പോവാം. പക്ഷേ നോർമലി ഒരു നോർമൽ സൈക്കിൾ ഇൻവെൻട്രി ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദി നോർമൽ ഡിമാൻഡ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു നോർമലായിട്ട് വേണ്ട എല്ലാ പ്രൊഡക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഈ സൈക്കിൾ ഇൻവെൻട്രി.
ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റിനെ കീപ്പ് ചെയ്യില്ലേ, അതിനെയാണ് പ്രൊഡക്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. വെച്ചാൽ കറക്റ്റ് ഓർഡർ വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിച്ച് കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനുള്ള ഇൻവെൻട്രിയുടെ സ്റ്റോക്ക്, അതാണ് ഫിനിഷ്ഡ് ഗുഡ് ഇൻവെൻട്രി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഡീകംപ്ലിംഗ് inventory. That is, finished goods are often produced by a flow of materials through a chain of operations or manufacturing centers. Such operation process the material in some way before the material proceeds to the next operation center. Decoupling inventory allows the operation center to work independently of each other. Temporary bottlenecks don't affect the downstream operation. Decoupling inventory എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞ് അടുത്ത ഓപ്പറേഷൻസിന് വേണ്ടി കുറച്ച് ഇൻവെൻട്രീസ് വേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് ഒരിടത്തെ ഫിനിഷ്ഡ് ഗുഡ് അടുത്ത പ്രോസസ്സിലെ മാനുഫാക്ചറിങ് ഗുഡായിരിക്കും. ഇവിടുന്ന് പോകുന്ന ഗുഡ് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രോസസ്സിൽ അതായിരിക്കാം റോ മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ ഡീകപ്പിൾ ചെയ്തെടുക്കുന്നതിനാണ് ഡീകപ്ലിംഗ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മേജർ ടേംസ് ഇൻ എ ഇൻവെൻട്രി കൺട്രോൾ. വാട്ട് ആർ ദേ? Safety or buffer inventory, raw materials inventory, anticipation inventory, cycle inventory, finished good inventory, and decoupling inventory. Okay. So these are the major inventory control. ഇനി ഈ ഇൻവെൻട്രി നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പല രീതിയിലുള്ള കോസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ വി വോണ്ട് ടു ഡിസ്കസ് വാട്ട് ആർ ദ മേജർ കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ ഇൻവെൻട്രി കൺട്രോൾ. ദാറ്റ് ആർ ഫസ്റ്റ് പർച്ചേസ് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ കോസ്റ്റാണ്. ഒരു ഇൻവെൻട്രിയുടെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഇല്ലേ, അതിനെയാണ് പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് ഫോർ ദ ഐറ്റംസ് ദാറ്റ് ആർ ബോട്ട് ഫ്രം ഔട്ട്സൈഡ് സോഴ്സസ് ആൻഡ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ് ഇഫ് ദ ഐറ്റംസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. പക്ഷെ നമ്മൾ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് റോ മെറ്റീരിയൽസ് എടുക്കുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് പർച്ചേസ് കോസ്റ്റാണ്. അതേപോലെ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ടാവില്ല, ഒരു റോ മെറ്റീരിയൽസ് വാങ്ങി നമ്മൾ ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് ഉണ്ടാക്കുന്ന ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമുക്കിതിൻ്റെ കൂടെ കൂട്ടാം. സോ ദാറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് പ്ലസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻ പ്രൊഡ്യൂസിങ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും പെർ യൂണിറ്റ് അല്ലേ. നോർമലി പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് കൂടിയും കുറയും വരും, പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും പെർ യൂണിറ്റ്. ഓക്കെ. ഇപ്പോൾ യൂണിറ്റ് പ്രൈസ് 20 എന്നാണെങ്കിൽ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 20 ആയിരിക്കും. 100 യൂണിറ്റ്സ് ആയാലും അതിന് 20 തന്നെ, അല്ലെങ്കിൽ ചിലപ്പം ഓർഡറിനനുസരിച്ച് നമ്മൾ 19.5 വരെ ആവാം. സോ ദിസ് ഇസ് കോൾഡ് ദ പർച്ചേസ് കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള പൈസയും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കമ്പനിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റും. സോ പർച്ചേസ് പ്രൈസ് പ്ലസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിനോട്ട്സ് ദ പർച്ചേസ് കോസ്റ്റ്. ദിസ് ഇസ് ദ നോമിനൽ കോസ്റ്റ് ഓഫ് ആൻ ഇൻവെൻട്രി. നോമിനൽ ആയിട്ടുള്ളൊരു കോസ്റ്റാണ് ഇൻവെൻട്രിയുടെ. അനദർ വൺ ഇസ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് എ കോസ്റ്റ് വിച്ച് ഇസ് ഇൻക്വയർഡ് വെനെവർ ദ ഇൻവെൻട്രി ഈസ് റിപ്ലനിഷ്ഡ്. നമ്മുടെ ഇൻവെൻട്രി കഴിയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇൻവെൻട്രി വാങ്ങത്തില്ലേ, അതിന് വേണ്ടിയിട്ട് ഇൻവോൾവ് ആവുന്ന കോസ്റ്റുകളെല്ലാമാണ് ഓർഡറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിലെന്തെല്ലാം ഉണ്ടാവും? പ്രോസസ്സ്, ആ മെറ്റീരിയൽ പർച്ചേസ് ഓർഡർ ചേസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്യാനുള്ള കോസ്റ്റ് ഇൻവോൾവ് ആവും. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, എൻ്റെ ഇൻസ്പെക്ഷൻ കോസ്റ്റ് ഫോർ ദ ക്വാളിറ്റി ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്, പിന്നെ ഓവർഡ്യൂ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പണ്ടത്തെ ഓവർഡ്യൂ ഓർഡേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ്, ഇതെല്ലാമാണ് ഓർഡറിംഗ് കോസ്റ്റിൽ ഇൻവോൾവ് ആവുന്നത്. സോ ഇതിനെ നമുക്ക് പ്രൊക്വയർമെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഓർഡർ ചെയ്ത് പുതിയ മെറ്റീരിയൽസിനെ ഓർഡർ ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ പ്രൊക്വയർ ചെയ്യുന്നതിന് ഇൻവോൾവ് ആവുന്ന കോസ്റ്റിനെയാണ് പ്രൊക്വയർമെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഈ പാരലൽ ടു ദ ഓർഡറിംഗ് കോസ്റ്റ് നമ്മുടെ ഈ യൂണിറ്റ്സിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയും. റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് ഉണ്ടാകുന്ന ചാർജസ് നമ്മൾ ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ, എന്നാൽ ഈ റോ മെറ്റീരിയൽസ് നമ്മുടെ ഇൻഡസ്ട്രി തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, കോസ്റ്റ് ഇൻ റിലേഷൻ ടു ദ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ദ റിസോഴ്സസ് എംപ്ലോയിഡ് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസിനെ ആവശ്യമുണ്ടാവും, ലേബേഴ്സിനെ, അപ്പോൾ അവരുടെ ചാർജ്, ഈ പ്രൊഡക്ഷൻ സിസ്റ്റം സെറ്റപ്പ് ചെയ്യാനുള്ള ചാർജ്, ഇതെല്ലാമാണ് സെറ്റപ്പ് കോസ്റ്റ് അല്ലെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റിൽ ഇൻവോൾവ് ആകുന്ന മേജർ കോസ്റ്റുകൾ. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് ഇസ് എ ക്യാരിയിങ് കോസ്റ്റ്. ക്യാരിയിങ് കോസ്റ്റിന് നമുക്ക് ഹോൾഡിംഗ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് എന്നും പറയാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻവെൻട്രി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ, മാനുഫാക്ചർ ചെയ്യേണ്ട പ്രൊഡക്റ്റ് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് എവിടെയെങ്കിലും വെക്കേണ്ടി വരും. അതിനുണ്ടാവുന്ന ചാർജസിനെയാണ് ക്യാരിയിങ് കോസ്റ്റ് ഓർ ഓർഡറിംഗ് കോസ്റ്റ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും നമ്മുടെ ഇൻവെൻട്രിയുടെ എമൗണ്ടിനെ ബേസ് ചെയ്ത് എത്ര ഇൻവെൻട്രി ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത്. അതുപോലെ എത്ര സമയത്തേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അതും
ക്യാരിയിങ് കോസ്റ്റിൽ ഇൻവോൾവ് ആവും. സോ ദിസ് ഇസ് കോൾഡ് ക്യാരിയിങ് കോസ്റ്റ്. ദാറ്റ് ഇസ് ഇൻവെൻട്രി നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ടൈം ആൻഡ് ക്വാണ്ടിറ്റി അതിനെ ബേസ് ചെയ്തിട്ടാണ് ക്യാരിയിങ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഇൻവെൻട്രിയുടെ ചാർജസ് അല്ലാതെ ഒരു എക്സ്ട്രാ കോസ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പക്ഷെ നമ്മൾ ഈ ഗുഡ്സ് വേറൊരു ഗുഡിനെ റീപ്ലേസ് ചെയ്തിട്ടല്ലേ എടുത്തേക്കുന്നത്. വേറൊരു ഗുഡിൻ്റെ കോസ്റ്റാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇതിനകത്ത് നമുക്ക് സ്റ്റോർമാൻ്റെ സാലറി വരും. അവിടെയൊക്കെ സ്റ്റോറിലേക്ക് വേണ്ടുള്ള ലൈറ്റിൻ്റെ ചാർജ്, ഹീറ്റിങ്ങിൻ്റെ ചാർജ്, അങ്ങനെ റാക്കിൻ്റെ ചാർജ്, ദീസ് ഓൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റോറേജ് കോസ്റ്റ് ഓർ ദ ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ദി ക്യാരിയിങ് കോസ്റ്റ്. റാപ്പ് ചെയ്തിട്ടാണെങ്കിൽ റാപ്പിംഗ് ചാർജ് ഉണ്ടാവും, ഇൻഷുറൻസ്, ഫയർ ആൻഡ് സേഫ്റ്റി ഉണ്ടാവും ഒരു സ്റ്റോറേജിന്. അപ്പോൾ അതിന് ഇൻഷുറൻസിന് വേണ്ടി എന്തൊക്കെ ചാർജ് വന്നു അത് വരും. പിന്നെ എന്തെങ്കിലും ഡാമേജ്, റൊഡൻ്റ് അറ്റാക്കോ, ഇപ്പം സീരിയൽസ് എല്ലാം ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റോറേജിൽ റൊഡൻ്റ് അറ്റാക്ക് ഉണ്ടാകും, എലി അരണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള അറ്റാക്സും പ്രിവെൻറ്റ് ചെയ്യാനുള്ള കോസ്റ്റുകളും എല്ലാം ക്യാരിയിങ് കോസ്റ്റിൽ ഇൻവോൾവ് ആയിരിക്കും. Now this is the rate per unit or the percentage of inventory value ആണ് carrying cost. Okay, so this is the third type of cost, and the last one is stock out cost. Stock out cost means the cost associated with not serving the customers. ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടങ്ങളുണ്ടാവും. അതിനെയാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അത് ഷോർട്ടേജ് കാരണമാണ് നോർമലി സ്റ്റോക്ക് ഔട്ട്സ് സംഭവിക്കാറുള്ളത്. ദാറ്റ് ഈസ് ഇഫ് ദ സ്റ്റോക്ക് ഔട്ട് ഇസ് ഇന്റേണൽ, പ്രൊഡക്ഷൻ സിസ്റ്റത്തിനുള്ളിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇറ്റ് വുഡ് ഇംപ്ലൈ ദാറ്റ് സം പ്രൊഡക്ഷൻ ഇസ് ലോസ് റിസൾട്ടിങ് ഇൻ ഐഡൽ ടൈം ഫോർ ദ മെൻ ആൻഡ് മെഷീൻസ് ഓർ ദാറ്റ് ദ വർക്ക് ഇസ് ഡിലേഡ് വിച്ച് മൈറ്റ് അട്രാക്ട് സം പെനാൽറ്റി. If the stock out is external, it would result in the loss of sales, that is loss of customer goodwill. ഇപ്പോൾ രണ്ട് രീതിയിൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്റ്റേർണൽ വരാം. എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുണ്ട്, ഇപ്പം പ്രൊഡക്ഷൻ സിസ്റ്റം ചിലപ്പോൾ ഒരു മെഷീൻ വർക്ക് ചെയ്യാതെ വരുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ വർക്ക്മാന് സാലറി കൊടുക്കണം, പക്ഷേ അവരുടെ ഐഡിൽ ടൈമിലായിരിക്കും അവരൊന്നും ചെയ്യുന്നുണ്ടാവില്ല, പണിയൊന്നും ചെയ്യാതെ തന്നെ അവർക്ക് ചാർജസ് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് വിച്ച് ഈസ് ഇൻറ്റേർണൽ. അതേപോലെ എക്സ്റ്റേർണൽ സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് വരും. എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമറിന് കറക്റ്റ് ടൈമിൽ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അവിടെ എന്താവും, നോർമലി അവർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടമില്ലാതെ വരുന്നു. അങ്ങനെ ഒരു ബാക്ക് ഓർഡർ അല്ലെങ്കിൽ സെയിൽസ് ലോസിന് വരെ കാരണമാകും. സോ ദീസ് ആർ ദ മേജർ കോസ്റ്റ് ഇൻവോൾവ് ഇൻ എ ഇൻവെൻട്രി കൺട്രോൾ. ദാറ്റ് ആർ പർച്ചേസ് കോസ്റ്റ്. പർച്ചേസ് കോസ്റ്റ് മീൻസ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റും അതേപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ് പർച്ചേസ് കോസ്റ്റിൽ വരുന്നത്. ദെൻ ഓർഡറിങ് കോസ്റ്റ്, ഇഫ് അവർ റോ മെറ്റീരിയൽസ് ഗെറ്റ് റീപ്ലനിഷ് വി വോണ്ട് ടു പർച്ചേസ് ന്യൂ, അതാണ് പർച്ചേസിങ് കോസ്റ്റ്. അതല്ല ആ റോ മെറ്റീരിയൽസ് നമ്മുടെ ഫേമിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ചെയ്യണം. ദാറ്റ് ഇസ് കോൾഡ് ദ സെറ്റപ്പ് കോസ്റ്റ്. ദെൻ ദ ക്യാരിയിങ് കോസ്റ്റ് വിച്ച് ഇസ് ഓൾസോ കോൾഡ് ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ദി സ്റ്റോറേജ് കോസ്റ്റ്. അത് നമ്മളുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ വർക്കിംഗ് പ്രോസസ്സിനെ നമ്മുടെ സ്റ്റോറിൽ സേവ് ചെയ്ത് വയ്ക്കാം, എന്ന് വെച്ചാൽ വെയർ ഹൗസുകളിൽ സൂക്ഷിച്ച് വയ്ക്കുന്നതിന് ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റുകളെല്ലാം. അതിനകത്ത് സ്റ്റോർ മാനുവലുള്ള സാലറി, അവിടുത്തെ ലൈറ്റിൻ്റെ സാലറി, റാപ്പ് ചെയ്യാനുള്ള കോസ്റ്റ്, അതുപോലെ സ്റ്റോറിലേക്ക് എത്തിക്കേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അത് അവിടുത്തെ ലൈറ്റിംഗ്, റാക്കിംഗ്, ഇതിൻ്റെ എല്ലാം കോസ്റ്റും ഇതിനകത്ത് ഇൻവോൾവ് ആവും. ദാറ്റ് ഈസ് ദ റേറ്റ് പെർ യൂണിറ്റ്. അതിനെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് പെർ യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് ഇൻവെൻട്രി വാല്യൂ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഇസ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് വിച്ച് ക്യാൻ ബി ഡ്യൂ ടു നോട്ട് സെർവിങ് ദ കസ്റ്റമേഴ്സ്. അത് രണ്ട് രീതിയിലുണ്ട്, ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ. സംടൈം മെഷീൻ കട്ട് ഓഫ് കാരണം ഐഡിൽ ടൈം ഉണ്ടാവും മെന്നിന്, അത് കാരണം ഇൻറ്റേർണൽ സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവും. അതേപോലെ എക്സ്റ്റേണൽ സ്റ്റോക്ക് ഔട്ട് ഉണ്ടാവുന്നത് നമ്മൾ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിനെ റീച്ച് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഗുഡ് വില്ല് നഷ്ടമാകുന്നു. ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻസ് ആണ്. ചിലവർ പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യത്തില്ല, ചിലർക്ക് നമ്മളോടൊരു ഇഷ്ടമില്ലാതാവും നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ, അവർ ഡിലേ ചെയ്യും, അവർ ഓർഡേഴ്സ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ആൻഡ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദി ബാക്ക് ഓർഡേഴ്സ് ഓർ ദി ലോസ്റ്റ് സെയിൽസ്. So these are the major inventory costs involved in inventory control. Similarly, ഇതുപോലെ നമ്മൾ ഈ ഇൻവെൻട്രിയൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്? സോ വാട്ട് ആർ ദി? ഫസ്റ്റ് വൺ ഇസ് ടു അവോയ്ഡ് ദ ലോസ്റ്റ് സെയിൽസ്. നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് ഔട്ട് സംഭവിക്കാതിരിക്കാൻ, നമുക്കൊരിക്കലും ബാക്ക് ഓർഡേഴ്സ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻവെൻട്രി ഹോൾഡ് ചെയ്യേണ്ടി വരും. അവോയ്ഡ് ലോസ്റ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ
നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ, ഇൻവെൻട്രി ഹോൾഡ് ചെയ്ത് വെച്ചാൽ കറക്റ്റ് ടൈമിൽ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിന് അവർക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ നോർമലി എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റ് വിട്ടിട്ട് വേറെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സിനെ നോക്കി അവർ മൂവ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്ട്സിനെ കറക്റ്റ് ടൈമിൽ അവെയിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കും ഇൻവെൻട്രി ആയിട്ട്, വിച്ച് ഈസ് നോൺ ആസ് ദ ഷെൽഫ് സ്റ്റോക്ക് ആക്കി വെക്കും. ദാറ്റ് ഈസ് ദ ഐറ്റംസ് ആർ സ്റ്റോർഡ് ബൈ ദ ഫേം ആൻഡ് സോൾഡ് വിത്ത് ലിറ്റിൽ ഓർ നോൺ മോഡിഫിക്കേഷൻ ടു ദ കസ്റ്റമേഴ്സിന് കൂടുതൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാതെ ഷെൽഫിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നമ്മുടെ സ്റ്റോക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. ദിസ് ഈസ് വൺ ഓഫ് ദ പേർപ്പസ് ഓഫ് ഓർ ദ മോട്ടീവ് ഓഫ് holding inventory. Another one is gaining quantity discounts. ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് റീച്ച് ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ ബൾക്ക് പർച്ചേസുകളാണ് ചെയ്യുന്നതെങ്കിൽ നോർമലി എന്ത് ചെയ്യും, സപ്ലയേഴ്സ് പ്രൈസ് കുറയ്ക്കും, സപ്ലൈസിൻ്റെ അല്ലെങ്കിൽ കമ്പോണൻസിൻ്റെ പ്രൈസ് കുറയ്ക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫേംസ് നോർമലി വാങ്ങുന്ന കസ്റ്റമേഴ്സിനെ നിന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ആയിട്ട് ലാർജ് ഓർഡേഴ്സായിട്ട് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങും. അപ്പോൾ അവർ നോർമലി ഡിസ്കൗണ്ട്സ് തരും നമ്മുടെ ഗുഡ്സിന്. പിന്നെ നമ്മളത് മാനുഫാക്ചർ ചെയ്ത് വിൽക്കുമ്പോൾ അതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ലോ കോസ്റ്റിൽ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് നോർമൽ പ്രൈസിൽ തന്നെ വിൽക്കുമ്പോൾ ഇറ്റ് ഈസ് ഗെയിനിങ് അസ് മോർ പ്രോഫിറ്റ്. സോ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ലാർജ് ക്വാണ്ടിറ്റീസിൽ വാങ്ങി ആ ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് വെക്കും if we are having better storage conditions. That is the second motive of holding inventory. Third one is reducing the ordering cost. ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ ഓർഡർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവുകളാണ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അത് കാൽക്കുലേഷൻ കോസ്റ്റ്, ടൈം കോസ്റ്റ്, അങ്ങനെ പലത് വരുന്നുണ്ട്. വരുമ്പോൾ ടൈമിൽ നമ്മൾ ഗുഡ്സ് എണ്ണണം, അത് ക്വാളിറ്റി ആണോ, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം ഓരോ സമയത്ത് ചെയ്യേണ്ടി വരും. അതുപോലെ സാധനം കിട്ടിക്കഴിയുമ്പോൾ ഇൻവോയ്സസ് പ്രോസസ്സ് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം, ഇതെല്ലാം ഡബിൾ ടൈം നടുന്നു. അതിന് പകരം ഒറ്റ സമയത്തിലൊരു 3-4 ഓർഡേഴ്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡറിങ് കോസ്റ്റ് ആയിട്ടുള്ള ഇതിനെല്ലാം ഇൻവോൾവ് ആവുന്ന കോസ്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഫ്യൂവർ ഓർഡേഴ്സ് കൊണ്ട് മാത്രം നമ്മൾ മാക്സിമം ക്വാണ്ടിറ്റി എത്തിക്കുക. അതാണ് അടുത്ത ഇൻവെൻട്രി കൺട്രോൾ. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഓർഡറിങ് കോസ്റ്റ് കുറച്ച് കിട്ടുമല്ലോ കൂടുതൽ ക്വാണ്ടിറ്റി. എന്നിട്ട് ഇതെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കും. ദാറ്റ് ഈസ് ദ തേർഡ് മോട്ടീവ് ഓഫ് holding inventory. Fourth one is achieving efficient production runs. ഒരിക്കലും പ്രൊഡക്ഷൻ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകാതെ കണ്ടിന്യൂസ് ഫ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻവെൻട്രി ഹോൾഡ് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ ഈച്ച് ടൈം നമുക്ക് എപ്പോഴും വർക്കേഴ്സിന് മെഷീൻസിന് പുതിയ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഒരു പ്രശ്നവും ഇല്ലാതെ നോർമലായിട്ട് തന്നെ റൺ ചെയ്യും. ദാറ്റ് ഈസ് അച്ചീവിങ് ആൻ എഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ റൺ. ആൻഡ് ദി ലാസ്റ്റ് വൺ, റെഡ്യൂസിങ് റിസ്ക് ഓഫ് പ്രൊഡക്ഷൻ ഷോർട്ടേജ്. ഇത് അതുമായിട്ട് ബേസ് ചെയ്ത് തന്നെയാണ്. പക്ഷെ കുറേ കമ്പണൻസ് ആവശ്യം ഉണ്ടാകുന്നുണ്ട് ഒരു മാനുഫാക്ചറിങ് ഫേമിന്. അപ്പോൾ ആ കമ്പണൻസിൽ എന്തെങ്കിലും ഒന്ന് നിന്നാൽ പോലും, ഒരു കമ്പണൻ്റെങ്കിലും ഇല്ലെങ്കിലും ആ പ്രോസസ്സ് കട്ടായിപ്പോവും. നമുക്ക് അങ്ങനെ ഭയങ്കര നഷ്ടങ്ങളുണ്ടാവും, ഹെവി എക്സ്പെൻസിന് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് പ്രൊഡക്ഷൻ റണ്ണ് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഇൻവെൻട്രീസ് നല്ല രീതിയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കണം. അപ്പം ഇൻവെൻട്രീസ് കൺട്രോൾ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ റണ്ണും അതുപോലെ ഷോർട്ടേജും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓർ ദ മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെൻട്രീസ്. ദാറ്റ് ഈസ് ലോസ്റ്റ് സെയിൽസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടെയ്നേഴ്സ് ആയിട്ട് കസ്റ്റമേഴ്സിന് ആവശ്യത്തിന് തന്നെ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടി. അതേപോലെ ഗെയിനിങ് ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്. സപ്ലയേഴ്സ് ഹൈ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നതെങ്കിൽ അവർ നമ്മുടെ പ്രൊഡക്റ്റിന് ഹൈ ഡിസ്കൗണ്ട്സ് തരും. അങ്ങനെ ഹൈ ഡിസ്കൗണ്ട്സ് തന്നാൽ നോർമലി വി ക്യാൻ പർച്ചേസ് എ ലോട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ്. അപ്പം ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ അവരല്ലെങ്കിൽ നല്ല മാർജിൻ ഉണ്ടാക്കും. അതിന് പകരം വി ക്യാൻ മേക്ക് മാർജിൻ ഔട്ട് ഓഫ് ദി പ്രൊഡക്ട്സ്. ആൻഡ് ദ തേർഡ് വൺ ഇസ് റെഡ്യൂസിങ് ഓർഡറിങ് കോസ്റ്റ്. ഓരോ പ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി വെച്ച് ഓർഡർ ചെയ്യുമ്പോൾ വളരെയധികം കോസ്റ്റ് ഇൻവോൾവ് ആവുന്നു, ടൈം നഷ്ടമാകുന്നുണ്ട്. അതുപോലെ ഇൻവോയ്സസ് പ്രോസസ്സ് ചെയ്യാൻ, ഈ വരുന്ന സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ ആൾക്കാരെല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കോസ്റ്റുകൾ ഇൻവോൾവ് ആവുന്നതെല്ലാം കുറയ്ക്കാം ഇഫ് വി ആർ മേക്കിംഗ് ബൾക്ക് ഓർഡേഴ്സ്. ദെൻ achieving efficient production run and also reducing the risk of production shortage. എന്തെങ്കിലും കൊണ്ട് ഇടയ്ക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇല്ലാതാവുകയാണ്, പ്രൊഡക്ഷന് പല മെറ്റീരിയൽസ് വേണം, അതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇല്ലാതായാൽ തന്നെ പ്രൊഡക്ഷൻ ഇടയ്ക്ക് വെച്ച് നിന്നുപോകും. അങ്ങനെ നിന്നുപോയാൽ നമുക്ക് കസ്റ്റമറിന് വേണ്ട സമയത്ത് ഡിലേയിലേ പ്രൊഡക്റ്റ് എത്തുള്ളൂ.
അങ്ങനെ എത്താതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇൻവെൻട്രീസ് ഹോൾഡ് ചെയ്യേണ്ടതാണ്. സോ ദീസ് ആർ ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഇൻ ഹോൾഡിംഗ് ആൻ ഇൻവെൻട്രി. So we can define an inventory control as a process whereby the investment in materials and parts carried in stock is regulated within predetermined limits set in accordance with the inventory policy established by the management. എന്ന് പറഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽസിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, അതും അതിൻ്റെ പാർട്സും എല്ലാം കറക്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇൻവെൻട്രി ആ ലെവലിൽ തന്നെ ബഫർ സ്റ്റോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി സ്റ്റോക്ക് ഇന്ന ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് എഫിഷ്യൻ്റ് ആയിട്ടൊരു വർക്കിംഗ് മാനേജ്മെൻറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ പ്രോസസ് ബൈ ദ മാനേജ്മെൻറ്റ് ഓർ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ആൻഡ് പാർട്സ് ക്യാരിഡ് ഇൻ സ്റ്റോക്ക് ഈസ് റെഗുലേറ്റഡ് വിത്തിൻ പ്രീ ഡിറ്റർമിൻഡ് ലിമിറ്റ്സ്. പ്രീ ഡിറ്റർമിൻ ആയിട്ട് നമ്മൾ ലിമിറ്റ് വയ്ക്കുന്നുണ്ട്, ഇത്ര ഇൻവെൻട്രി മതി, ഓവർ സ്റ്റോക്കിങ്ങോ അണ്ടർ സ്റ്റോക്കിങ്ങോ ഉണ്ടാവരുത്. ആ ലിമിറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻവെൻട്രി കൺട്രോളിൽ കൂടുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് ഒരു ലൊക്കേഷനിലുള്ള ഗുഡ്സിൻ്റെ സ്റ്റോക്ക് എത്ര, ഇത് നമ്മൾ ശ്രദ്ധിക്കും. അതേപോലെ ഇൻവെൻട്രി അറ്റ് ഡിസൈറബിൾ ക്വാണ്ടിറ്റീസ്, ഇൻവെൻട്രി ഓൾ ദ ഇൻവെൻട്രീസ് ആർ അവൈലബിൾ അറ്റ് ദ ഡിസൈഡ് ക്വാണ്ടിറ്റീസ് അറ്റ് ദ ഡിസൈഡ് ലൊക്കേഷൻ അറ്റ് ദി കറക്റ്റ് ടൈമിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ ഓരോ കറക്റ്റ് പ്ലേസിൽ തന്നെ നമ്മുടെ ഗുഡ്സ് ഉണ്ടോ, ഇതാണ് നമ്മൾ എൻഷുർ ചെയ്യുന്നത് ഇൻ എ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ആൻഡ് ദി മേജർ content in inventory control. So today we have discussed, up to now we have discussed what is meant by inventory control, then what are the major motives of holding inventory, then the inventory cost and also the inventory control terms, some of the major terms. Now we want to study what are the objectives of an inventory control. ഇങ്ങനെ ഇൻവെൻട്രി കൺട്രോൾ ചെയ്തുകൊണ്ട് എന്തെല്ലാമാണ് ഗുണങ്ങൾ ഫേംസിനുണ്ടാകുന്നത് അല്ലെങ്കിൽ കസ്റ്റമറിനുണ്ടാകുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ലോവസ്റ്റ് ലെവൽ കൺസിസ്റ്റൻറ്റ് വിത്ത് ഓപ്പറേറ്റിംഗ് റിക്വയർമെൻറ്റ്സ്. നമുക്ക് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ കമ്പോണൻസും കറക്റ്റായി കിട്ടുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും. നമ്മളൊരു സാധനം വാങ്ങണമെങ്കിൽ അതിൻ്റെ മേലെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ സപ്ലയേഴ്സിന് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ റോ മെറ്റീരിയൽസ് വാങ്ങുന്നത്. അത് എപ്പോഴും ലോവസ്റ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹയസ്റ്റ് ബൾക്കായിട്ട് വരുമ്പോൾ അവർ ഡിസ്കൗണ്ട്സ് തരും, ക്വാണ്ടിറ്റിയിൽ ഡിസ്കൗണ്ട്സ് കിട്ടും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും മീൻസ് ഉപയോഗിച്ച് നമുക്ക് ലോവസ്റ്റ് ലെവലിൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ ആവശ്യമാണ്. സെക്കൻഡ്, to supply the products, raw materials and semi-finished goods at the right time at the right place. കസ്റ്റമേഴ്സിന് നമ്മുടെ ഗുഡ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഇതെല്ലാം കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും ഇൻവെൻട്രി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ്, ടു കീപ്പ് ഇനാക്റ്റീവ് വേസ്റ്റ് സർപ്ലസ് അറ്റ് ദ മിനിമം ലെവൽ. എന്തെങ്കിലും കൊണ്ട് ഇതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ പല രീതിയിലുള്ള വേസ്റ്റ് ഉണ്ടാവാം, ചിലപ്പം ഇനാക്റ്റീവായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവാം. ഇതിനെയെല്ലാം മിനിമം ക്വാണ്ടിറ്റിയിൽ വെക്കാനും ഇൻവെൻട്രി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് ദ തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. ഫോർത്ത് വൺ ഇസ് ടു ട്രീറ്റ് ഇൻവെൻട്രി ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെൻട്രിയെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണണം. അത് കാണുന്നത് എന്താണ് വെച്ചാൽ ഇൻവെൻട്രിന് മേലെ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ റീഗെയിൻ ചെയ്യേണ്ട എമൗണ്ട്. ഇൻവെൻട്രിയിലൊക്കെ നമ്മൾ ചാർജസ് പ്രൊഡക്ഷൻ കോസ്റ്റും അതേപോലെ ക്യാരിയിങ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും അങ്ങനെ പല രീതിയിലുള്ള കോസ്റ്റ് പറഞ്ഞു. അതെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ അത് മിനിമം ആക്കി വെച്ചാലേ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഇത് വിറ്റിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ ഓൾവേസ് ടു ട്രീറ്റ് ആൻ ഇൻവെൻട്രി ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെൻട്രി കൺട്രോൾ ഈസ് വെരി എസെൻഷ്യൽ. ഒരു പൈസയ്ക്കൊരു കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ പിന്നെ അതിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുള്ളൂ. സോ ദിസ് ഇസ് ദ അനദർ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് വൺ, ടു മിനിമൈസ് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻവെൻട്രി കോസ്റ്റ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറേ കോസ്റ്റുകളില്ലേ, ക്യാരിയിങ് കോസ്റ്റ്, ഹോൾഡിംഗ് കോസ്റ്റ്, ബഫർ സ്റ്റോക്ക്, പിന്നെ കുറേ കോസ്റ്റുകൾ പറഞ്ഞു. വാട്ട് വർ ദി മേജർ? പർച്ചേസ് കോസ്റ്റ്, ഓർഡറിംഗ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ് ആൻഡ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഇതെല്ലാം മിനിമം ആക്കി വെക്കുക. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് ആ ഇൻവെൻട്രി കോസ്റ്റുകളെല്ലാം മിനിമം ആക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇൻവെൻട്രി ബെറ്റർ മാനേജ് ചെയ്തു, നമ്മുടെ മാനേജ്മെൻറ്റ് പ്രോപ്പറാണ് എന്നത് ഉറപ്പാക്കാൻ പറ്റും. സോ ദിസ് ഇസ് അനദർ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, ദാറ്റ് ഇസ് ടു മിനിമൈസ് ഓൾ കൈൻഡ് ഓഫ് ഇൻവെൻട്രി കോസ്റ്റ്. നെക്സ്റ്റ് വൺ ഇസ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻ ഇൻഫ്ലേഷൻ. ചില സമയത്ത് നമ്മളുടെ ഇൻവെൻട്രി അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ ഈ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടേണ്ടി വരും.
കൂടുമ്പോൾ കൂട്ടി വിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലേഷൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുറേ കോസ്റ്റുകൾ നമുക്ക് നഷ്ടമാവാതിരിക്കാൻ വേണ്ടി ഇൻവെൻട്രി സ്റ്റോക്ക് ചെയ്ത് വെച്ച് കൺട്രോൾ ചെയ്യുന്നതും ഒരു നല്ല ഡിസിഷൻ ആയിരിക്കും. സോ ഇറ്റ് ഈസ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ഫ്രം ദ ഇൻഫ്ലേഷൻ റേറ്റ്സ്. Then to avail quantity discount, not quality, quantity discounts on bulk purchase. That ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ് കിട്ടാൻ വേണ്ടി. സപ്ലയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഹൈ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതെങ്കിൽ അവർ നോർമലി ഡിസ്കൗണ്ട്സ് തരും. നമ്മളൊരു ചെറിയ കുറച്ച് ഓർഡേഴ്സിൽ എടുക്കുന്നതും ഒരുമിച്ചൊരു വലിയ ഓർഡറിൽ എടുക്കുമ്പോൾ സപ്ലയേഴ്സ് എന്ത് ചെയ്യും, അവർ നല്ലൊരു ഡിസ്കൗണ്ടിലൂടെ ആയിരിക്കും അവർ പ്രൊഡക്റ്റ് തരുന്നത്. അവർക്കും അത് ലാഭമായിരിക്കും. അപ്പം ഇതെല്ലാമാണ് മേജർ ഇൻവെൻട്രി കൺട്രോൾ കൊണ്ടുള്ള ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ ആൻ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ, ടു ട്രീറ്റ് ദിസ് ഇൻവെൻട്രി ആസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ടു സപ്ലൈ ദ റോ മെറ്റീരിയൽസ്, ദെൻ പ്രോഡക്ട്സ് ആൻഡ് ദ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് at the right time and at the right price, to keep the inactive waste surplus at the minimum level, to minimize all kind of inventory costs, to protect ourselves from the inflation fluctuations, then to avail the quality discounts on bulk purchase. These are the major objectives. Similarly, the objectives in similar ആയിട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻസ് വേണം. What are the major importance? It protects from the fluctuations in demand. ഡിമാൻഡ് പലപ്പോഴും മാറി വരും. അപ്പോൾ ആ മാറ്റങ്ങളെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം ഗുഡ്സിൻ്റെ. ഒരിക്കലും കസ്റ്റമറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് ഉണ്ടാവരുത്. നമുക്ക് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ട് നിങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇഷ്യൂ വരരുത്. അതിന് വേണ്ടിയിട്ട് ഇൻവെൻട്രി കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടു പ്രൊവൈഡ് ദ ബെറ്റർ സർവീസ് ടു കസ്റ്റമേഴ്സ്. ദാറ്റ് ഈസ് കറക്റ്റ് ടൈമിൽ അവർക്ക് വേണ്ട സമയത്ത് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ബെറ്റർ സർവീസ് ടു ദ കസ്റ്റമേഴ്സ്. തേർഡ്, to the continuity of production operations. പ്രൊഡക്ഷൻ ഒരിക്കലും നിന്ന് പോകാതിരിക്കാൻ, കണ്ടിന്യൂസ് റൺ ആക്ടിവിറ്റീസ് എല്ലാം നോർമലായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും വി വോണ്ട് ആ ഇൻവെൻട്രി കൺട്രോൾ. ദെൻ ഇറ്റ് മിനിമൈസസ് ദ റിസ്ക് ഓഫ് ലോസസ്. നമ്മൾ ഇൻവെൻട്രി കൺട്രോളിൽ എല്ലാ ടൈപ്പിലുള്ള വേസ്റ്റും ഇനാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോസ് വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ലോസ്. ദെൻ മിനിമൈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർലോഡ്. ഓരോ സമയത്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഓർഡേഴ്സ് വന്ന് അതിൽ ചെക്ക് ചെയ്ത് അങ്ങനെ ഉണ്ടാകുമ്പോൾ കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കാണ് വരുന്നത്. ആ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്സ് കുറയ്ക്കാം. നമുക്ക് ഇൻവെൻട്രി സ്റ്റോർ ചെയ്ത് മര്യാദയ്ക്ക് മാനേജ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കൺട്രോൾ ഓർ വി ക്യാൻ മിനിമൈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർലോഡ് ഓഫ് വർക്ക്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊട്ടക്ട്സ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് പലപ്പോഴും പല രീതി വരാതെ ഒരേ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവണം റോ മെറ്റീരിയൽസിന്. അപ്പോൾ കറക്റ്റ് ആ നോർമൽ ഫ്ലോയിൽ തന്നെ നമ്മൾ റോ മെറ്റീരിയൽസ് കൊടുക്കുന്നു. അതിനനുസരിച്ച് തന്നെ ഔട്ട്പുട്ട് ഓരോ പ്രാവശ്യവും വരുന്നു. അല്ല ഏതെങ്കിലും ഒരു പ്രാവശ്യം സ്റ്റോക്ക് ഇല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും, ആ ദിവസം ഔട്ട്പുട്ട് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അടുത്ത ദിവസം ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അങ്ങനെ സംഭവിക്കാതെ കണ്ടിന്യൂസ് ഒരേ രീതിയിലുള്ള ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും വി വോണ്ട് ഇൻവെൻട്രി കൺട്രോൾ. അനദർ എഫക്റ്റീവ് യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ഇൻവെൻട്രിയിൽ ചിലവാകുന്നതെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നിന്ന് ബെറ്റർ യൂട്ടിലൈസേഷൻ കിട്ടണം. ആ റിസോഴ്സ് കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നഷ്ടം ഉണ്ടാവും. അങ്ങനെ കറക്റ്റ് ടൈമിൽ യൂസ് ചെയ്ത് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ദാറ്റ് ഇസ് അനദർ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. അനദർ ടു ചെക്ക് ഓൺ ദി ലോസ് ഓഫ് മെറ്റീരിയൽസ്. എവിടെയെങ്കിലും ഒരു മെറ്റീരിയൽസിന് ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ബെറ്റർ ഇൻവെൻട്രി മാനേജർ ഉണ്ടായിരിക്കണം. ആ ഇൻവെൻട്രി മാനേജറിന് അറിയായിരിക്കും ഏത് സ്ഥലത്താണ് നമുക്ക് ആ പ്രൊഡക്റ്റ് നഷ്ടമായത്, അല്ലെങ്കിൽ ആ റോ മെറ്റീരിയൽസ് നഷ്ടമായത്. ചിലപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പോൾ കുറച്ച് റോ മെറ്റീരിയൽസ് എല്ലാം നഷ്ടമാവും. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രോസസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മുടെ ഹ്യൂമൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊണ്ടോ വല്ല നഷ്ടം സംഭവിക്കുക, ഫയർ കൊണ്ടോ, അങ്ങനെ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അതെല്ലാം ഒരു പ്രോപ്പർ ചെക്ക് വേണം. എന്തൊക്കെയാണ് നഷ്ടമായത്, ഇനി എത്ര സാധനങ്ങളാണ് വാങ്ങേണ്ടതെന്നൊക്കെ ഒന്ന് അറിയണമെങ്കിൽ ഒരു ചെക്ക് വേണമെങ്കിലും വി വോണ്ട് ആൻ ഇൻവെൻട്രി കൺട്രോൾ സിസ്റ്റം. ദെൻ ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ്. ഇതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഇൻവെൻട്രി മാനേജ് ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര എംപ്ലോയീസ് ഇൻവോൾവ് ആയി, എത്ര ലേബർ കോസ്റ്റായി, എത്ര മെറ്റീരിയൽ കോസ്റ്റായി, എത്ര ഓവർ ഹെഡ് ചാർജസ് ഉണ്ട്, ഇങ്ങനെ നമ്മളുടെ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഇച്ചിരി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. There will be no issues in handling the cost accounting also. And the last, it avoids the duplication in ordering. ഓർഡറിങ് 2-3 പ്രാവശ്യം ഓർഡേഴ്സ് എടുത്തു എന്ന് വെച്ചോ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ആവുക. ആൻഡ് ഓൾസോ
ഓവർ സ്റ്റോക്കിംഗ് സംഭവിക്കാം. അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടാവണം. ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടാകുമ്പോൾ ഏത് സമയത്ത് ഓർഡർ ചെയ്തു, ഇനി എന്ന് ഓർഡർ ചെയ്യണമെന്ന് വരെ നമുക്ക് ഫിക്സ്ഡ് ആയിരിക്കും. സോ ഇറ്റ് വിൽ അവോയ്ഡ്സ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഓർഡറിങ്. So today we are ending our portion with this importance of inventory control. So today we have discussed what is meant by inventory control, what are the major terms in inventory control, then what are the 4 inventory costs involved, and the motives why we are holding this inventory, and also what are the major objectives and importance of inventory control. So today you just want to write a short note on what are the ഇൻവെൻട്രി കോസ്റ്റ്. ഇൻവെൻട്രി കോസ്റ്റുകൾ 4 ഇൻവെൻട്രി കോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഇൻവെൻട്രി കോസ്റ്റുകളെ ഒരു ഷോർട്ട് ആയിട്ട് എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ വോയിസ് നോട്ടായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞയച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ വിത്ത് ദ ന്യൂ പോർഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. താങ്ക് യു.